ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ബ്രെഡും മുട്ടയൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഐറ്റം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉടനെ നിന്നിടത്ത് നിന്ന് 10 മിനിറ്റിൽ ചെയ്തു കൊടുക്കാവുന്ന ഒരു നല്ലൊരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഈവനിങ് സ്നാക്കിന് പ്രത്യേകിച്ച് പേരെന്ന് പറയാനില്ല, പക്ഷെ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്, അതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്നാക്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ് അതൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് ഒരു 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ വേണ്ടത് ഒരു 2 മുട്ട, പിന്നെ ക്യാരറ്റ്, ഒരേ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതേപോലെ പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള, ഒരു ചെറിയൊരു സവാളയാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് ക്യാബേജ് ആണ്, ഈ ഒരു കപ്പ് ക്യാബേജ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു പൊട്ടാറ്റോ എടുത്ത് നല്ലപോലെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ സ്നാക്കിന് ഉപയോഗിക്കുന്ന ചില മസാലകളൊക്കെയാണ് ഇത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കൊരിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയില മുറിച്ച് വെച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞപ്പൊടി, കുറച്ച് പേപ്പർ പൗഡർ. ഇത്രയും മസാലകളാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ആരും ഒരുപാട് പ്രോസസ്സ് ഒന്നും വിചാരിക്കേണ്ട. വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും സെറ്റപ്പ് ഒക്കെ ചെയ്തതുകൊണ്ട് ഇത്രയും ആ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചു എന്ന് മാത്രം. അപ്പൊ നമുക്കിനി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. പാൻ ഒന്ന് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും, ഒരുപാട് എണ്ണയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക്, ഇപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞു, ഇതിലേക്ക് നമുക്ക് ഈ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം, ഈ ക്യാബേജും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസിന്റെ ഈ കുറച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി അതിന്റെ ആ ഒരു ക്രിസ്പിനെസ് ഒന്ന് മാറിക്കിട്ടി ഒന്ന് സോഫ്റ്റ് ആവില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് ഒന്ന് മാറിയാൽ മതി. ഇപ്പൊ ഇതിലേക്ക് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, ഞാനിവിടെ എടുത്തു വെച്ചത് മുഴുവനും ഇടുന്നില്ല, വളരെ കുറച്ച്, ഒരുപാട് എരിവ് ആവശ്യമില്ല ഈ ഒരു സ്നാക്കിൽ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. അതേപോലെ വളരെ ശകലം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് ആ പച്ച മണമെല്ലാം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതിപ്പോ പച്ചമണമൊക്കെ മാറി ആ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. എല്ലാ മസാല എല്ലാം നന്നായി ചേർന്ന് ഉരുളക്കിഴങ്ങും അതേപോലെ ക്യാബേജും ക്യാരറ്റും എല്ലാം നന്നായി മാഷായി നല്ലൊരു ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. ഇതുപോലൊരു ബൗളിലേക്ക് ആ എടുത്തു വെച്ച 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ ഈ ചതച്ച മുളക്, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഈ കുറച്ച് മല്ലിയിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഉണ്ടോ?
ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഈ എല്ലാ എടുത്തു വെച്ച ബ്രെഡ് എല്ലാം ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. കണ്ടോ, നമ്മൾ ബ്രെഡ് സ്ലൈസസ് എല്ലാം ഇതുപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് എന്താ പറയുക, ആ മുട്ടയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബ്രെഡ് സ്ലൈസസും ഇതുപോലെ ഫില്ല് ചെയ്യാം. ഈ സ്റ്റഫിങ് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ അടുത്ത ബ്രെഡ് കൊണ്ട് അതിങ്ങനെ ക്ലോസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രെഡ് സ്ലൈസിലും ഇങ്ങനെ ഫില്ലിംഗ് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുത്ത് അടുത്ത പീസ് കൊണ്ട് കവർ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ എല്ലാ പീസസും ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ ഈ സ്റ്റഫിങ് കാണുന്നുണ്ടോ? ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് നെക്സ്റ്റ് അടുത്തതായിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഈ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് സ്ലൈസസ് എടുത്ത് ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുൻപ് ഈ ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി കിടക്കട്ടെ. എന്ന് വെച്ചാൽ ഈ സ്ലൈസസ് ഈ ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് ഇങ്ങനെ മുക്കണം. ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മുക്കി എടുത്തിട്ട് ഇതിങ്ങനെ എടുത്ത് നമ്മൾ ഈ ഫ്രൈയിങ് പാനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതുപോലെ എല്ലാ സ്ലൈസസും ഇങ്ങനെ മുക്കി എടുത്തിട്ട് ഇതിലേക്ക് വെക്കും. ഇതിപ്പോൾ കണ്ട് ഇങ്ങനെ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ കണ്ട് ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഇതിങ്ങനെ എണ്ണയിലൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതെല്ലാം നന്നായി റെഡിയായി കഴിഞ്ഞു. കാരണം ഉള്ളിലുള്ള സ്റ്റഫിങ് ഓൾറെഡി നല്ലപോലെ വേവിച്ചെടുത്തതാണ്. അത് പ്രത്യേകിച്ച് ഒന്നും ആവാനില്ല. രണ്ട് സൈഡും ബ്രെഡ് മാത്രം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട കാര്യമുള്ളൂ. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ എല്ലാം രണ്ട് സൈഡും നല്ലപോലെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് എണ്ണയിൽ നിന്ന് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതാ നമ്മുടെ ബ്രെഡ് മുട്ട സ്നാക്ക് റെഡി. കണ്ടോ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടില്ലേ കാണാൻ തന്നെ അല്ലേ? നല്ല രസമായിട്ടുണ്ട്. ടേസ്റ്റും അതിനേക്കാളും സൂപ്പറായിരിക്കും എന്ന് ഉറപ്പാണ്. നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിതൊന്ന് ഒരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും ഒരു നല്ലൊരു ബണ്ണിൻ്റെ ഷേപ്പിൽ. അടിപൊളി, എന്താ ടേസ്റ്റും, നന്നായിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ട് ഇത് ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നാൽ ജോലിക്ക് പോയിട്ട് വന്നവർക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ചെയ്യണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.